ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കോഴിക്കോടെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു ഇഷ്ടം കൂടുതൽ തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞങ്ങൾ കുറെക്കാലം കോഴിക്കോട് താമസിച്ചതുകൊണ്ട് കോഴിക്കോടിനെ വളരെയധികം അടുത്തറിയാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം സന്തോഷങ്ങളും അതേപോലെ സങ്കടങ്ങളും കണ്ട ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട്. അത് മാത്രാണോ റീസൺ എന്നറിയില്ല. എന്തോ കോഴിക്കോടിനോടൊരു പ്രത്യേക ഇഷ്ടം ഇപ്പോഴുമുണ്ട്. കോഴിക്കോടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ ഒളവപ്പാറ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ ഒരു ബോട്ട് റൈഡിന് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ പോയ ബോട്ട് ബ്ലൂ മൂൺ ബോട്ട് ക്ലബിൻ്റെ ആയിരുന്നു. അപ്പോൾ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് അവരുടെ ആ റൈഡ്. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. ഒരു ഗ്രൂപ്പായിട്ട് 10-28 പേര് ഒരുമിച്ചാണ് ഞങ്ങൾ പോയത്. ഒട്ടും ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ സാധാരണമായിട്ടുള്ളൊരു റൈഡാണ്. നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറൽ ബ്യൂട്ടി ആണ് ഇവിടെ ഉള്ളത്. മെയിനായിട്ട് ചെല്ലുമ്പോൾ തന്നെ വടയും ചായയും തന്നു നമുക്ക്. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് റൈഡിന് അവർ കൊണ്ടുപോകും. വളരെ നാടൻ ഭക്ഷണവും ഒരു വീട്ടിലുണ്ടാക്കിയ ഒരു ടേസ്റ്റ് ആയിരുന്നു. വളരെ നല്ലതായിരുന്നു. സിമ്പിളായിട്ടുള്ള ഭക്ഷണമായിരുന്നു. അതുപോലെ വെജും നോൺ വെജും സെപ്പറേറ്റ് ഓപ്ഷൻസ് നമ്മൾ നേരത്തെ പറയണം. കാര്യം അവർ അത്രയും പേരെ അവിടെ വരുള്ളൂ. അപ്പോൾ അതനുസരിച്ച് അവർ കുക്ക് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ വീണ്ടും നമുക്കൊരു റൈഡിന് പോവാം. ആ റൈഡ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ചായയും വേറെ എന്തെങ്കിലും ഒരു സ്നാക്കും തരും. അപ്പോൾ അങ്ങനെയാണ്, അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതിന് 700 രൂപയാണ് പെർ ഹെഡ് വരിക. പക്ഷേ വളരെയധികം ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നല്ല സീനിക് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അവിടെ അധികം ബോട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരക്കോ ഒന്നുമില്ല. നമുക്ക് വളരെയധികം റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കോഴിക്കോടൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക്. നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ട് ഒക്കെ കാണുന്ന പോലെ ഭയങ്കര റഷോ അല്ലെങ്കിൽ അവിടെ ക്യൂ നിൽക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്താൻ കുറച്ചൊരു ചെറിയ റോഡൊക്കെയാണ്. കാര്യം വളരെ ഗ്രാമപ്രദേശമായതുകൊണ്ട്. പക്ഷെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം. കോഴിക്കോട് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിനെ പറ്റിയോ ഈ ബോട്ട് റൈഡിനെ പറ്റിയോ അധികം ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ടാണോന്ന് അറിയില്ല, വേറെ ഗ്രൂപ്പിനെ ഒന്നും കണ്ടില്ല. പിന്നെ ഇതല്ലാതെ 2-3 ക്ലബ്ബും കൂടി അവിടെ വേറെ ഉണ്ട്. അപ്പോൾ അവരുടെ ബോട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കണ്ടിരുന്നു. അപ്പം മിനിമം എനിക്ക് തോന്നുന്നു ഒരു 20-25 പേരുണ്ടെങ്കിലേ അവർ ഒരു ട്രിപ്പ് കൊണ്ടുപോവുള്ളൂ. ഈ കാണുന്ന ബോട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ലക്ഷറി ഉണ്ട്. ഒരു മുറി ഒക്കെ ഉള്ള പോലെ തോന്നുന്നു. കർട്ടൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ മുകളിൽ ഒരു ചെറിയ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അങ്ങനെയായിരുന്നില്ല. കുറച്ചും കൂടി വളരെ സിമ്പിൾ ആയിരുന്നു. റൂംസ് ഒന്നുമില്ല. ഒരു ചെറിയ ടോയ്ലറ്റും ഉണ്ട്. ഒരു ഹാള് പോലൊരു ആ ബോട്ടിൻ്റെ താഴ്വശം മാത്രം. അപ്പം അവിടെ പക്ഷേ അവർ പാട്ടൊക്കെ വെച്ച് തരും. നമുക്ക് വേണമെങ്കിൽ ഡാൻസ് പാട്ടൊക്കെ നമുക്കും ചെയ്യാം. മൈക്കുണ്ട്. അപ്പം അങ്ങനത്തെ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. കണ്ടൽ കാടുകളും തെങ്ങും തോപ്പും ഒക്കെ ആയിട്ട് വളരെ ലോക്കൽ ആയിട്ടുള്ളൊരു വൈബാണ്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ചാൽ വളരെയധികം ഒരു നാട്ടിൻപുറം പോലത്തെ ഒരു സ്ഥലമാണത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു 3:30-4 മണിയായപ്പം റൈഡൊക്കെ അവസാനിച്ച് ചായ കുടിക്കാൻ വന്നു. അപ്പോഴാണ് ഈ ഒരു വീട് കാണിച്ചിട്ട് അവിടുത്തെ ഞങ്ങളുടെ ആ ബോട്ടിലുള്ള ആൾ പറയായിരുന്നു, ഇത് പഞ്ചാഗ്നി ഷൂട്ട് ചെയ്ത വീടാണത്രേ. കണ്ടാൽ അത്രയ്ക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക്. കാര്യം അവിടെ ഇങ്ങനെ ടാർപോളിനൊക്കെ വച്ചിരിക്കുന്നുണ്ട്. അവിടെ ചുറ്റുമൊക്കെ ഇങ്ങനെ കുറച്ച് ഞങ്ങൾ നടന്നു. സൺസെറ്റൊക്കെ കണ്ടാൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ ഞങ്ങൾ അതിന് മുമ്പ് തന്നെ തിരിച്ചു പോയി. എല്ലാവർക്കും തിരിച്ചു പോകണമായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോയി. പക്ഷെ വളരെ നല്ലൊരു ഡേ ആയിരുന്നു. നല്ല ഒരു നാട്ടും പ്രദേശത്ത് നമുക്കൊരു വളരെ ഒരു പൊല്യൂഷനൊന്നും ഇല്ലാത്ത നല്ലൊരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തു.
അപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.